ഹലോ ഗൈസ്, നമ്മളിതാ ഇന്ന് നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സബോള, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, നമ്മുടെ തക്കാളി, വേപ്പിൻ്റെ ഇല, പിന്നെ ചിക്കൻ. ഇത്ര റെഡിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. ചിക്കൻ നല്ലോണം വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ, ഭയങ്കരമായിട്ട് ഫ്രൈ ആവണ്ട, ഒന്ന് ചെറിയ രീതിക്ക് ഫ്രൈ ആയി വരണം, അങ്ങനത്തെ രീതിക്ക് കേട്ടോ. ആദ്യം നമ്മൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിലോട്ട് തന്നെ വേപ്പിലയും കൂടി ഇട്ട് കൂട്ടത്തിൽ കൂടെ വറുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വറുത്ത് കോരി അതിനുശേഷം അതേ വെളിച്ചെണ്ണയിൽ നമ്മൾ സബോള ഇട്ടു. സബോള നല്ലോണം വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ, അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ ആദ്യം നമ്മൾ മല്ലിയാണ് കേട്ടോ ഇടുന്നത്. 2 സ്പൂൺ മല്ലിയാണ് ഇടുന്നത്. ഓരോന്നിട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അതിൻ്റെ പച്ചമണം മാറുന്നവരെ. എന്നിട്ട് നമുക്ക് അടുത്ത ഓരോ സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ലാസ്റ്റാണ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നത്. 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടോളൂ കേട്ടോ. ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എരിവ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതിൽ മുളക് പൊടി ആഡ് ചെയ്യാം, കൂടുതൽ ചേർക്കാം. വേണ്ടെന്നുള്ളവർക്ക് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ വരട്ടി നല്ല പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ചിക്കൻ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പം നമ്മളിവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒന്നാമത്തെ പാലാട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നല്ലോണം കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ പാലും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, കൂടുതൽ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, നല്ലപോലെ ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പാൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പാൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നല്ലോണം എണ്ണയൊക്കെ വറ്റി മള്ള് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മള്ള് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി. ബിരിയാണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ ചിക്കൻ കറി.